ഗണപതയേ നമഃ. ഓം ശ്രീ വിജയ ഗണപതയേ നമഃ. ഓം ശ്രീ നൃത്തഗണപതയേ നമഃ. ദൈവമേ കാത്തുകൊള്ളുകന്ന് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നി ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ നാരായണായ. ശ്രീ ഗുരുഭ്യോ നമഃ. பகவானாமம் பரமபதம் அதை பாட பாட வரும் பரமசுகம். பகவானாமம் பரமபதம் அதை பாட பாட வரும் பரமசுகம். பகவானாமம் பரமபதம். பகவானாமம் பரமபதம். பகவானாமம் பரமபதம். பகவானாமம் பரமபதம். பகவானாமம் பரமபதம். ചൈതന്യരൂപം ഒന്നു കണ്ടു കൈതൊഴാം. ഭക്തരക്ഷകാ ദേവാ മുക്തിദായക മോക്ഷമേഘടേ നീ എന്നിലെന്നെന്നും. സോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
performing some of the asanas in individual and group formation. നമ്മുടെ ഗുരുദേവ തിരുജയന്തിയാണ്. ഗുരുകൃപാമൃതം ഭുവനമോഹനം ഗുരുകൃപാരസം ഭുവനസുന്ദരം. നമ്മുടെ ഗുരുദേവൻ്റെ പ്രധാന കൊள்കയാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ ജാതിയൊക്കെ പിന്നീട് വന്നതാണ്. പഴയ കാലത്തിൽ ജാതിയൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഒരേ ജാതി പറയാഞ്ഞത്. മനസ്സിലായില്ല? ഒരേ കുലം എന്നാണ്. പിന്നെ മുൻകാലത്തിലെല്ലാം മതവും ഇല്ല. അതുകൊണ്ടാണ് ഒരേ മതം എന്ന് പറയാഞ്ഞത്. അതുകൊണ്ടാണ് ഒன்றേ കുലം ഒരുവനേ ദേവനെന്ന് ദ്രാവിഡ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേതാം ഗുരുദേവൻ ചേരനുറവാണ്. നമ്മുടെ ഗുരു ശങ്കരാചാര്യരെല്ലാം അന്വേഷിക്കുമ്പോൾ, അവർ തർക്കം ചെയ്യുമ്പോൾ ശങ്കരാചാര്യ പറഞ്ഞത് ഞാൻ ഒരു ദ്രാവിഡ ശിശുവാണെന്നാണ്. അത് രേഖയുണ്ട്. അന്ന് കാലത്ത് കേരളം ഇല്ല. ചേരനാട്, തമിഴ്നാട്, പാണ്ഡ്യനാട്, അതുപോലെ തന്നെ ചോഴനാട്, ഇപ്പടിയെല്ലാം ഇരുന്നു. പിന്നീട് അത് മറിഞ്ഞു വന്നാണ് കേരളം, മലയാളം, മലബാർ, തിരുവിതാംകൂർ എന്നെല്ലാം ഉണ്ടായത്. അപ്പോൾ ഗുരുദേവൻ്റെ പരമ്പര ചോദിച്ചാൽ അത് ദ്രാവിഡമാണ്, ചേരനുറവാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ സംസാരിച്ചിരുന്നതും തനി മലയാളത്തിലല്ല, തമിഴും സംസ്കൃതവും ചേർന്നതാണ് ഗുരുദേവൻ്റെ ഭാഷ. തമിഴിൽ വളരെയധികം പാണ്ഡിത്യമുണ്ടായതാണ് നമ്മ ഗുരു. ആ നമ്മ ഗുരുവിൻ്റെ തിരുവവതാര നാളാണ് ഇന്ന്. ഈ ഗുരുദേവനെ പറ്റി നവോത്ഥാന നായകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, ഹിന്ദുമതത്തിൻ്റെ ഒരു നേതാവാണ് എന്നും കൂടി പറയുന്നു ചിലർ. അതുപോലെ തന്നെ ഈഴവരുടെ ഒരു മഹാതലവനാണ് എന്നെല്ലാം പറയാറുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷെ ഗുരുദേവൻ്റെ സംയുക്തമായ മഹിമകളും കൃതികളും സംഹിതകളും പഠിച്ചു നോക്കിയാൽ ഗുരുദേവൻ്റെ തിരു അവതാരം, തിരുജയന്തി ഈ ഉലക മക്കൾക്ക് ആത്മനിഷ്ഠ, അതായത് അറിവിൻമുഖമാക്കുക, ബോധവാന്മാരാക്കുക എന്നാണ് ഗുരുവിൻ്റെ ജന്മ ഉദ്ദേശം.